നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മെയ് 26 മുതൽ ജൂൺ 1-ാം തീയതി വരെയുള്ള ഒരാഴ്ച ഓരോ കൂറുകാർക്കും എങ്ങനെയാണെന്ന് നോക്കാം. ബുധൻ മാത്രമാണ് 31-ാം തീയതി ഉച്ചയ്ക്ക് ഇടവം രാശിയിലോട്ട് മാറുന്നത്. ആദ്യം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. തുടക്ക ദിവസത്തിൽ പിതാവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ, പ്രത്യേകിച്ചും സാമ്പത്തികമായ കാര്യത്തിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഭാഗം വയ്ക്കൽ കാര്യത്തിലോ ഒക്കെ ഗുണമുള്ള വാർത്തകൾ കേൾക്കാൻ ഇടവരും. അതുപോലെ ഉപരിപഠന സംബന്ധമായി കുട്ടികളുടെ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ കാര്യത്തിൽ ചിലപ്പോൾ ചെറിയ ചില തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ അത് മാറിക്കിട്ടും. പിതാവിന് നേരിയ തോതിലുള്ള ശാരീരികമായ അവശതയോ പ്രത്യേകിച്ച് ജലജന്യമായ അസുഖങ്ങളോ, അതായത് അലർജി അസുഖങ്ങളോ ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും ഗൗരവതരമായ കാര്യങ്ങളല്ല. എന്നാൽ ചൊവ്വാഴ്ച മുതൽ പൊതുവെ ഗുണകരമാണ് മേടക്കൂറിന്. അതായത് സാമ്പത്തികമായ നേട്ടം, അവരുടെ പ്രവർത്തനങ്ങളിൽ അസാമാന്യമായ കഴിവ് അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. മക്കളുടെ കാര്യങ്ങളിലായാലും ശരി, അല്ലെങ്കിൽ ഇവരുടെ തന്നെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലായാലും ശരി, പൊതുവെ അനുകൂലമായ വർത്തമാനങ്ങളും സന്തോഷകരമായ വർത്തമാനങ്ങളും കേൾക്കാൻ ഇടവരും. നല്ല അനുഭവങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥിനികൾക്ക് പഠന സംബന്ധമായോ അല്ലെങ്കിൽ ഉപരിപഠന സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സം ഉണ്ടാകുമെങ്കിലും ആദ്യത്തെ 2 ദിവസത്തെ വൈഷമ്യങ്ങൾ പിന്നീട് അങ്ങോട്ട് മാറിക്കിട്ടുന്നതാണ്. യാത്ര പൊതുവെ ഗുണകരമായിട്ട് കാണുന്നു. പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയും ശുഷ്കാന്തിയും കാണിക്കുന്നത് കൊണ്ട് തന്നെ മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും നല്ല വാക്കുകൾ കേൾക്കാൻ ഇടവരുന്നു. അത് പിന്നീടുള്ള കാര്യങ്ങൾക്ക് വളരെ ഗുണകരമായി മാറുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മാതാവിനും പിതാവിനുമാണ് ചെറിയ ശാരീരികമായ അവശത കാണുന്നത്. പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാരുടെ പൗത്രന്മാർക്കും പൗത്രികൾക്കും ശാരീരികമായ ചെറിയ അവശത കാണുന്നു. ആഴ്ചയുടെ തുടക്കത്തിൽ മാത്രമാണത്, പിന്നീട് അങ്ങോട്ട് വളരെ ഗുണകരമായ അവസ്ഥ കാണുന്നുണ്ട്. ആഴ്ചയുടെ ഏറ്റവും അവസാനത്തെ ദിവസം ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക്, അതുവരെ കുറേ നാളായി പോകാതിരുന്ന സ്ഥലങ്ങളിലേക്ക് പോകുവാനോ, ചില തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുവാനോ, അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട അല്പം സാമ്പത്തിക വൈഷമ്യം അനുഭവിക്കുന്നവർക്ക് സഹായങ്ങൾ ചെയ്യുവാനോ ഒക്കെ സാധ്യതയുണ്ട്. അതായത് ഏറ്റവും അവസാനത്തെ ദിവസം, ഞായറാഴ്ച എന്ന് പറയുന്നത് ഈ ആഴ്ചയുടെ അവസാനത്തെ ദിവസം ഇവരെ സംബന്ധിച്ചിടത്തോളം അല്പം ചിലവുള്ള ദിവസമായിരിക്കും. എന്നാലും അതൊക്കെ യാതൊരു വൈമനസ്യമോ വിഷമമോ ഇവർക്കുണ്ടാക്കുന്നതുമല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 27-ാം തീയതി രാത്രി, 28, 29, 30, 31 സാമാന്യം ഗുണമുള്ള ദിവസങ്ങളാണ് താരതമ്യേന. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ നീർദോഷത്തിൻ്റേതായ അസുഖങ്ങൾ ഇവർക്ക് ചില യാത്രാ തടസ്സമോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മൂക്കടപ്പ്, സൈനസൈറ്റിസ്, ജലദോഷം തുടങ്ങിയ വൈറൽ അസുഖങ്ങൾ ചിലപ്പോൾ 1-2 ദിവസം യാത്രാ തടസ്സമോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാം. അതുപോലെ തന്നെ പഠന സംബന്ധമായി, പ്രത്യേകിച്ചും ഉപരിപഠന സംബന്ധമായ കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ കാണുന്നുണ്ട്. ആഴ്ചയുടെ ആദ്യത്തെ 2-3 ദിവസങ്ങൾ മാത്രമേ ഇത് ബാധിക്കൂ. പിതാവിനോ അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ളവർക്കോ സഹോദരിക്കോ ഒക്കെ ചെറിയ അവശത കാണുന്നു. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പ്രവർത്തനങ്ങളിൽ തടസ്സമോ മറ്റോ ഒക്കെ ഉണ്ടാകാം. എന്നാൽ ആഴ്ചയുടെ മധ്യഭാഗം മുതൽ വളരെ അനുകൂലമായി, പ്രത്യേകിച്ചും പ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും സാമ്പത്തികമായ കാര്യങ്ങളിലും ഗുണകരമായ അവസ്ഥയാണ് കാണുന്നത്. പ്രവർത്തനങ്ങളിൽ വിജയം, ജോലി സ്ഥലത്ത് തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ല മതിപ്പുണ്ടാവുക, സാമ്പത്തിക നേട്ടം ഉണ്ടാവുക, യാത്ര കൊണ്ട് ഗുണം, ഇതെല്ലാം കാണുന്നു. ഇതെല്ലാം ആഴ്ചയുടെ മധ്യഭാഗം തൊട്ടാണ്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ വളരെ വലിയ സാമ്പത്തിക നേട്ടം ഇവർക്ക് കാണുന്നുണ്ട്. ചിലപ്പോൾ ലോട്ടറി തന്നെ അടിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യം പൊതുവെ അനുകൂലമായി വരുന്ന ദിവസമാണ് ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങൾ. പ്രത്യേകിച്ച് വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവെ സാമ്പത്തിക നേട്ടവും പ്രവർത്തന ലാഭവുമുണ്ട്. എന്നാൽ തുടക്കത്തിലെ 1-2 ദിവസം ശാരീരികമായ അവശത, പിതാവിന് ചെറിയ ദോഷാവസ്ഥയൊക്കെ കാണുന്നു. ഭാഗ്യക്കേടിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഈശ്വരാധീനക്കുറവിൻ്റെയോ ലക്ഷണങ്ങൾ ആദ്യത്തെ 1-2 ദിവസം കാണിച്ചാലും പിന്നീട് അങ്ങോട്ട് വളരെ അനുകൂലമായിട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാം. പുതിയ ജോലി കിട്ടുന്നതിനുമൊക്കെ സാധ്യതയുണ്ട്. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 29, 30, 31, 1 ദിവസങ്ങൾ താൽക്കാലികമായി അല്ല, അതായത് ഈ ഒരാഴ്ചയിൽ വളരെ ഗുണകരമായിട്ട് ഇവർക്ക് വരുന്നു. 29, 30, 31, 1, അതായത് ജൂൺ 1-ാം തീയതി. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം.
ഇവരെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായ കാര്യത്തിൽ ഇവർക്ക് വിദേശത്തു നിന്ന് ചില അനുകൂലമായ വർത്തമാനങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ അവിടെ അനുകൂലമായ ചില അവസ്ഥകൾ ഉണ്ടാകും. അതല്ല, പഠന സംബന്ധമായ കാര്യങ്ങളിൽ മറ്റു രാജ്യങ്ങളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു അവസ്ഥ വരാനുള്ള ഇടയുണ്ട്. പ്രത്യേകിച്ചും തീക്ഷ്ണമായ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ വലിയ നല്ല റിസൾട്ട് വൈകിയാണെങ്കിലും ഇവർക്ക് വരുന്നു ഈ ആഴ്ച എന്നുള്ളതാണ് ഏറ്റവും അനുകൂലമായ ഒരു വർത്തമാനം. അതുപോലെ തന്നെ തങ്ങളുടെ ജോലി മേഖലയിലും ഇവർക്ക് ചില പ്രത്യേക മാറ്റങ്ങൾ, പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ അനുകൂലമായി വരുന്നു. പെട്ടെന്നെടുക്കുന്ന ചില യാത്രകളും ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നു. ചില സ്ഥലത്ത് പോകണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും അവിടേക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മാറി ചിന്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അനുഭവ ഗുണങ്ങൾ വരുന്നതാണ്. അതുപോലെ സാമ്പത്തിക മേഖലയിലും കാണുന്നു. എന്നാൽ തൊഴിൽ മേഖലയിൽ ഇവർക്ക് ഇപ്പോഴും ശത്രുതാ മനോഭാവവും അതുപോലെ തന്നെ ചില പരസ്യമായ വിമർശനങ്ങളുമൊക്കെ ഉണ്ടാകാനിടയുണ്ട്. അതിനെ അതിജീവിക്കാനുള്ള മാനസികമായ കരുത്ത് തൽക്കാലം ഇവർക്കുണ്ട്. ആഴ്ചയുടെ അവസാനത്തെ ദിവസം ഇവർക്ക് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ പങ്കുണ്ടെങ്കിൽ അതിൽ നല്ല വിജയമുണ്ടാകുന്നതാണ്. ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും വളരെ ഗുണകരമാണ് ആഴ്ചയിലെ അവസാനത്തെ 1-2 ദിവസം. പൊതുവെ തങ്ങളുടെ കഴിവ് നല്ല രീതിയിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് അർപ്പിക്കാൻ സാധിക്കുന്ന ദിവസം കൂടിയാണ് ആഴ്ചയുടെ അവസാനത്തെ ദിവസങ്ങൾ. അതുകൊണ്ട് പൊതുവെ മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ച നല്ലതാണെന്ന് പറയാം. തുടക്കത്തിൽ ചില ചെറിയ അസ്വാരസ്യങ്ങളോ ഒക്കെ ഉണ്ടാകാമെങ്കിലും പൊതുവെ കുടുംബ സംബന്ധമായ കാര്യങ്ങളിലൊന്നും ഇവർക്ക് പ്രശ്നം കാണുന്നില്ല. ദാമ്പത്യ ഒക്കെ വളരെ സന്തുഷ്ടകരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ആഴ്ചയുടെ തുടക്കത്തിലെ 2 ദിവസങ്ങൾ കുടുംബ അംഗങ്ങളുമൊത്ത്, പ്രത്യേകിച്ചും ജീവിത പങ്കാളിയുമൊത്ത്, മക്കളുമൊത്തൊക്കെ ഒരു ഉല്ലാസയാത്രയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ തുടർന്ന് വരുന്ന ദിവസങ്ങൾ 1-2 ദിവസം ശാരീരികമായ ചെറിയ അവശത കാണുന്നു. ഒരുപക്ഷെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് കണ്ടീഷനിലൊക്കെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാകാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ഉല്ലാസയാത്ര എന്ന് പറയുമ്പോൾ മഴക്കാലത്ത് എന്ത് യാത്ര എന്ന് ചോദ്യം വരും. ചിലപ്പോൾ മറ്റെന്തെങ്കിലും കുടുംബസമേതം ഒരു യാത്രയ്ക്ക് അത്യാവശ്യമായി വന്നാൽ അങ്ങനെ പുറപ്പെടുന്നതാകാം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് അല്പം ക്ഷീണമോ പ്രശ്നങ്ങളോ തുടർന്ന് വരുന്ന 2 ദിവസങ്ങളിൽ കാണുന്നുണ്ട്. അതിനുശേഷം കാര്യങ്ങൾ വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങളൊക്കെ സാമ്പത്തിക നേട്ടവും യാത്ര കൊണ്ട് വിജയവും പ്രവർത്തനങ്ങളിലൊക്കെ നല്ല ഗുണവും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27 പകൽ, അതിനുശേഷം 1-ാം തീയതിയും വളരെ ഗുണകരമാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 11-ാം ഭാവത്തിലേക്ക് വ്യാഴം വന്നതുകൊണ്ട് പൊതുവെ സാമ്പത്തികമായ ഇവരുടെ അവസ്ഥയ്ക്ക് ഗുണം കാണുന്നു. 11-ൽ സൂര്യനും വ്യാഴവും ശുക്രനും ഒരുമിച്ച് നിൽക്കുകയാണ്. ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങളിൽ ബുധൻ കൂടി 11-ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് സ്വന്തം കഴിവ് ഉപയോഗിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നു. അല്ലാതെ തന്നെ ഈശ്വരാധീനത്താൽ ഇവർക്ക് ഭാഗ്യമുണ്ടാകുന്നു. ചിലപ്പോൾ ഭാഗ്യം അനുകൂലമായി വരുന്നത് കൊണ്ട് സാമ്പത്തികമായ ഗുണം ഇവർക്ക് വരാം. ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വായ്പ അനുവദിച്ച് കിട്ടുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും തരാമെന്ന് പറഞ്ഞിരുന്ന സാമ്പത്തിക സഹായം നല്ല രീതിയിൽ നിർലോഭമായി ഇവരിലേക്ക് എത്തിച്ചേരുന്നു. കഴിവുപയോഗിച്ചും പ്രവർത്തന രംഗത്തെ വിജയം കൊണ്ടും കിട്ടാനുള്ള പണവും ഒക്കെ എത്തിച്ചേരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് കർക്കിടകക്കൂറുകാരനെ സംബന്ധിച്ചിടത്തോളം. ഇതൊരു പക്ഷേ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ തങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന കാര്യത്തിലോ ഒക്കെ ആവാം. ധനനേട്ടം മാത്രമാവണമെന്നില്ല. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിജയത്തിലായിരിക്കാം. അതല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ജോലി ലഭിക്കുന്നതാവാം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗുണമാവാം. എന്തായാലും പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പിതാവിന് നേരിയ തോതിലുള്ള ശാരീരിക അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും സ്പീഡ് നല്ല ക്രമീകരിച്ച് വേണം ഈ രാശിക്കാർ തങ്ങളുടെ കാര്യങ്ങൾ ഓരോന്നും ചെയ്യുവാനായിട്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകൾ ഇവരെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. ചെറിയ തടസ്സങ്ങൾ ഈ ഒരു സ്പീഡിൻ്റെയോ അവിവേകത്തിൻ്റെയോ ഒക്കെ പുറത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കൂറുകാർ അത്തരം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാൽ പൊതുവെ അനുകൂലമായ ആഴ്ചയാണ്. പ്രവർത്തന രംഗത്തും സാമ്പത്തിക നേട്ടത്തിലും യാത്രാഗുണവും ബന്ധുമിത്രാദികളുമൊത്തുള്ള സഹകരണത്തിലും ഒക്കെ ലഭിക്കുന്നത്. സ്വല്പം ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ പ്രധാന കാര്യം. ഏറ്റവും അനുകൂലമായ ദിവസങ്ങൾ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 26, 27, 28, 29 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും 10-ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ നില ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ചില ഉറച്ച തീരുമാനങ്ങൾ ഇവർക്ക് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളിടത്താണ്. കാര്യങ്ങൾക്കൊരു അടുക്കും ചിട്ടയും വരുന്നു. മനസ്സിൻ്റെ ശുഭാപ്തി വിശ്വാസം അല്പം കൂടി വർദ്ധിക്കുന്നു. തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈശ്വരാധീനത്താൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങുന്ന ആഴ്ചയുടെ പിന്നീട് വരുന്ന ദിവസങ്ങളാണ് ഈ ആഴ്ചയിലും. അതുകൊണ്ട് തന്നെ പൊതുവെ ഗുണകരമായിട്ടാണ് ഈ ആഴ്ചയും ഇവർക്ക് വരിക. മറ്റു ദോഷങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല. 10-ാം ഭാവത്തിലേക്ക് മറ്റു ദോഷങ്ങളൊന്നും തന്നെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെയും കണ്ടകശനിയുടെയും 2-ലെ കേതുവിൻ്റെയും ദോഷാവസ്ഥകളെ മറന്നുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. ആലോചിച്ചു കൊള്ളണം. വിമർശനങ്ങളും അതുപോലെ തന്നെ മനസ്സിൻ്റെ
പതർച്ചയുമൊക്കെ ഇപ്പോഴും ഇവർക്കുണ്ടാകാം. പക്ഷേ അല്പം ശ്രദ്ധിച്ചാൽ, ഈശ്വരാധീനത്തോടു കൂടി ഇവർക്ക് ഓരോന്നും പ്രവർത്തിക്കാൻ സാധിച്ചാൽ വിജയം ഉറപ്പാണ് എന്നുള്ളതാണ് ഈ ആഴ്ചത്തെയും ഫലം. ഇവരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് വ്യാഴം മാത്രമല്ല, ശുക്രനുണ്ട്. അവസാനത്തോടുകൂടി ദിവസങ്ങളിൽ ബുധൻ വരുന്നു, ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ബുധൻ വരുന്നു. സൂര്യനുണ്ട്. സൂര്യൻ 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടും പ്രവർത്തന രംഗത്ത് അങ്ങേ അറ്റത്തെ വിജയമാണ്. പ്രശംസ പിടിച്ചുപറ്റുന്നു. സഹപ്രവർത്തകരുടെയും അതുപോലെ തന്നെ മേലധികാരികളുടെയും വലിയ ഉദ്യോഗസ്ഥരുമായും അധികാരികളുമായും ഭരണതലത്തിലെ ഉന്നതന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ സാധിക്കുന്ന ഒരു ആഴ്ച കൂടിയാണത്. അതുകൊണ്ട് പൊതുവെ പ്രവർത്തന രംഗം സജീവമാണ്. സാമ്പത്തിക നേട്ടം തീർച്ചയായിട്ടും അതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് വന്നു ചേരുകയും ചെയ്യും. 11ാം ഭാവാധിപൻ 10ൽ നിൽക്കുക എന്നാൽ വരുമാനം കൃത്യമായി വരുന്നു എന്നത് തന്നെയാണ്. തടസ്സങ്ങൾ ഉണ്ട്, വിമർശനങ്ങൾ ഉണ്ട്, മനസ്സാന്നിധ്യം നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക, വീട്ടിലും സൂക്ഷിച്ച് പെരുമാറുക. അതുപോലെ കുടുംബത്തിൽ സസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. പാദങ്ങൾ ശ്രദ്ധിക്കുക. യാത്ര വളരെ സൂക്ഷിച്ചു ചെയ്യുക. ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു ചെയ്യുക. പടികൾ കയറുമ്പോഴും നിലത്ത് തെന്നി വീഴാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നടക്കുമ്പോഴുമൊക്കെ തന്നെ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 27 രാത്രി തൊട്ട് 28, 29, 30, 31 ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂർ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര. 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, ശുക്രൻ, അതുപോലെ തന്നെ സൂര്യൻ, ബുധൻ എല്ലാം തന്നെ ബുധൻ ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസമാണ് വരുന്നത്. പൊതുവേ ഇവരുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലും അതുപോലെ കഴിവിൻ്റെ കാര്യത്തിലുമൊന്നും ആരോടും വിനീത വിധേയരായി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. തങ്ങളുടെ മതിപ്പു വില മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോരുത്തരും ബഹുമാനത്തോടു കൂടിയും കർമ്മ രംഗത്ത് കൂടുതൽ ശോഭിക്കാൻ സാധിക്കുന്നതുമായ ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ഗുണകരമാണ് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും യാത്ര കൊണ്ട് ഗുണവും വിദേശത്ത് ജോലി കിട്ടാനുള്ള സാധ്യതയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും അത് മനസ്സിന് സന്തോഷം നൽകുകയും ഉപരിപഠന സംബന്ധമായ കാര്യങ്ങളിലും നല്ല വർത്തമാനങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു. ഗുരുക്കന്മാരുടെയും അധ്യാപകരുടെയും ഒക്കെ പ്രശംസ പിടിച്ചുപറ്റുന്നു. അവരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്നു. ഈശ്വരാധീനം ലഭിക്കുന്നു കൂടുതലായി കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം. ഭാഗ്യം തുറന്നു കിട്ടുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാം. പിതാവുമൊത്തുള്ള സംഘർഷാവസ്ഥകൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി കുറച്ചുകൂടി അനുകൂലമായ ഒരവസ്ഥ മനസ്സിന് കൂടുതൽ സന്തോഷം നൽകുന്നു ഈ നക്ഷത്രക്കാർക്ക്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയം ലോവർ അബ്ഡമിൻ ഭാഗത്ത് അല്ലെങ്കിൽ ജെനിറ്റൽ ഓർഗൻസ് ഭാഗത്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. ചിലപ്പോൾ കുടുംബത്തിൽ ഈ ഒരു വിജയത്തിൻ്റെയും അല്ലെങ്കിൽ ഈ ഒരു ഭാഗ്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ചെറിയ ചില അഹങ്കാരമൊക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. 7ൽ നിൽക്കുന്ന ചൊവ്വ എപ്പോഴും ശ്രദ്ധിക്കണം. ചെറിയ പ്രശ്നങ്ങൾ മതി ചിലപ്പോൾ വലിയ കലഹങ്ങളിലേക്ക് നയിക്കാൻ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഒന്നും മാരകമാവില്ല എന്ന് വേണം ചിന്തിക്കാൻ. ജെനിറ്റൽ ഓർഗൻസ്, ലോവർ അബ്ഡമിൻ ഭാഗം വളരെ ശ്രദ്ധിക്കുക. ലൈംഗിക ഉപകരണങ്ങൾ ആണ് ഈ സമയത്ത്, ആ അവയവങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അപവാദങ്ങൾക്കിരയാകാനും സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് ശാരീരികമായ അവശതയുണ്ടാകാം. ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ഈ സമയത്ത് ജീവിത പങ്കാളിയുമൊത്തുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സൗമ്യത വേണം എന്നുള്ള കാര്യം പറയുന്നു. ഒരു വഴക്കുണ്ടായാൽ തന്നെ ഏറ്റവും പെട്ടെന്ന് അതിനെ ശമിപ്പിക്കാൻ നോക്കുന്നതാണ് യുക്തി. മറ്റു ദോഷങ്ങളൊന്നും തന്നെ ഇവരെ ഇപ്പോൾ വരുന്നതല്ല. സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കണം. ബാക്കി പൊതുവെ കാര്യങ്ങളിൽ ഇവർക്ക് അനുഗ്രഹമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 30, 31, 1 നല്ല ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. അഷ്ടമത്തിൽ ആണ് വ്യാഴം, അഷ്ടമത്തിലാണ് സൂര്യൻ, അതുപോലെ ശുക്രൻ. പിന്നെ മാസത്തിൻ്റെ ആഴ്ചയുടെ അവസാനത്തോടു കൂടി, അതായത് 30-ാം തീയതി 31-ാം തീയതി ഉച്ചയോടുകൂടി ബുധനും കൂടി 8-ലോട്ട് വരും. 8ൽ നിൽക്കുന്ന ബുധൻ സാമ്പത്തികമായിട്ട് ദോഷമുണ്ടാക്കുകയോ അവരുടെ വിദ്യാഭ്യാസ സംബന്ധമായോ കഴിവ് സംബന്ധമായ കാര്യത്തിൽ ദോഷമുണ്ടാക്കില്ല. മാത്രമല്ല ശുക്രൻ്റെ രാശി ബന്ധുവിൻ്റെ രാശിയിലേക്കാണ് വരുന്നത്. ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യകരമായ കാര്യങ്ങളിൽ ദോഷമോ ജീവിത പങ്കാളിയുമൊത്തുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങളോ ഉണ്ടാകില്ല. മാത്രമല്ല 8ലെ ശുക്രൻ സാമ്പത്തികമായ നേട്ടത്തിന് തടസ്സമൊന്നും ഉണ്ടാക്കില്ല. എന്നാൽ 8ൽ നിൽക്കുന്ന വ്യാഴവും 8ലെ സൂര്യനും ദോഷമുണ്ടാക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സൂര്യൻ ശത്രു രാശിയിലാണ് നിൽക്കുന്നത്, വ്യാഴവും ഏകദേശം ശത്രു രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് 8ാം ഭാവം കൂടി ആയതുകൊണ്ട് ശ്രദ്ധിക്കണം. ഈശ്വരാധീനം കുറയുന്നു. ശാരീരികമായ അവശത, നയനരോഗം, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് എന്തെങ്കിലും അവശതയുണ്ടാകാം. ഞരമ്പ് സംബന്ധമായ പ്രശ്നമുണ്ടാകാം. റുമാറ്റിക് പ്രോബ്ലം ഉള്ളവർക്ക്, അതായത് വാദസംബന്ധമായ അസുഖമുള്ളവരും ശ്രദ്ധിക്കണം. അപ്പോൾ അനുകൂലമായ
ചില യാത്രകൾ ചിലപ്പോൾ ഈ ഒരാഴ്ച മാറ്റിവെക്കേണ്ടതായി വരാം. ശുക്രൻ 9-ലോ ബുധൻ 9-ലോ ഒക്കെ പോകുമ്പോഴായിരിക്കും അത് കൂടുതൽ ഗുണകരമായിട്ട് വരിക. എന്നാൽ കഴിവിൻ്റെ കാര്യത്തിലും സാമ്പത്തികമായ കാര്യത്തിലും ജോലി സംബന്ധമായ കാര്യത്തിലുമൊക്കെ ഇവർക്ക് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകുകയില്ല. മാത്രമല്ല ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്രതീക്ഷിതമായ ചില യാത്രകൾ കടന്നു വരാം. അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവാം. ചില കാര്യങ്ങൾ പരീക്ഷയായാലും ശരി, അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തന മേഖലയിലായാലും ശരി, ചില കാര്യങ്ങൾ അതൃപ്തികരമായിട്ടാണ് ചെയ്തതെങ്കിലും ചിലപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇവർക്ക് അനുകൂലമായി തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചില ഭാഗ്യവും ഈ ഭാഗ്യക്കേടിൻ്റെ വ്യാഴം 8-ൽ നിൽക്കുമ്പോൾ ഇവരെ അനുഗ്രഹിക്കുന്നു എന്ന് തന്നെ കാണുന്നത് അത്ഭുതമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇവരെ സംബന്ധിച്ചിടത്തോളം 6-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ മനസ്സിൻ്റെ ധൈര്യത്തെ വർദ്ധിപ്പിക്കും. ശത്രു എത്രമേൽ തങ്ങൾക്കെതിരെ വന്നാലും അതിനെ കീഴടക്കാനുള്ള മനസാന്നിധ്യമുണ്ടാകും. അതുകൊണ്ട് പൊതുവെ ഇവർക്ക് കടബാധ്യതയിൽ നിന്നുൾപ്പെടെ മോചനമുണ്ടാകുന്നു. തങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ കാര്യങ്ങൾ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾക്ക് കിട്ടാനുള്ള ഇടയും കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് ചെറിയ തോതിലുള്ള ശാരീരിക ആവശ്യത ഉണ്ടാകാം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യങ്ങളിൽ അല്പം താമസങ്ങൾ ഉണ്ടാകുമെങ്കിലും പൊതുവെ വിജയം കാണുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത്, ഈശ്വരനെ വിളിക്കുമ്പോൾ അങ്ങേയറ്റം ആത്മാർത്ഥയോടെ വിളിക്കുക. കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗത്ത് അവശതയുണ്ടാകാനും സാധ്യതയുണ്ട്. പിതാവിനും അത്ര നല്ലതല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27 പകൽ, പിന്നെ 1-ാം തീയതി, ജൂൺ മാസം 1-ാം തീയതിയും നല്ലതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. 7-ാം ഭാവത്തിൽ വ്യാഴവും ശുക്രനും സൂര്യനും ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ ബുധനും വരുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ ഗുണം എന്ന് തന്നെ പറയാം. 7-ൽ നിൽക്കുന്ന വ്യാഴം വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലകളിലോ ഗുണത്തെ കൊടുക്കും. 7-ൽ നിൽക്കുന്ന ശുക്രനും സ്ഥാനബലത്തോടെ നിൽക്കുന്നതുകൊണ്ട് വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാവും. അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ജോലികൾ, അത്തരം സംരംഭങ്ങൾ, അതിലൊക്കെ തന്നെയും ആശ്വാസകരമായ അനുകൂലകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. പിന്നെ അതുപോലെ ബന്ധുമിത്രാദികളുമൊത്ത് നല്ലൊരു സഹവാസം കാണുന്നു. പ്രണയിച്ചു നടക്കുന്നവർക്ക് ആ പ്രണയത്തിൻ്റെ ഒരു സഫലീകരണം പൂർത്തിയാകുന്ന സമയമാണ്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് മനസമാധാനത്തിൻ്റെ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. എത്തേണ്ടിടത്ത് എത്തി എന്നുള്ള ആശ്വാസങ്ങൾ ശ്രമിക്കുന്നവർക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്കും തോന്നിത്തുടങ്ങുന്ന ഒരാഴ്ചയാണ്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ അവർക്ക് പങ്കുവയ്ക്കാനാകും. പൊതുവെ ഗുണകരമെന്ന് പറയാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് 5-ൽ നിൽക്കുന്ന രാഹുവിൻ്റെയും അതുപോലെ തന്നെ 5-ൽ നിൽക്കുന്ന ചൊവ്വയുടെയും ഇതാണ്. സന്താനങ്ങൾക്കത്ര നല്ലതല്ല. ഭാഗ്യത്തിന് ദോഷം ഉണ്ട് എന്ന് പറയുന്നത് 5-ൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ്. പക്ഷേ 5-ാം ഭാവാധിപൻ 7-ൽ നല്ല ഗ്രഹത്തോടു കൂടി കൂട്ടുചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ദോഷം വലുതായിട്ട് ഭാവിക്കില്ല. പ്രത്യേകിച്ചും കർമ്മരംഗത്ത് ദോഷങ്ങൾ, ഭാഗ്യക്കേട് ഇതൊന്നും വരില്ല. മനസ്സ് വളരെ ശ്രദ്ധിച്ചോരോന്നും ചെയ്യുക. ചില അഹങ്കാരങ്ങളും ചില പകകളും, പണ്ട് ദോഷം ചെയ്തവരോടൊക്കെ ചില പക കാണിക്കാനുള്ള മനസ്സൊക്കെ ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക. ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ 7-ാം ഭാവത്ത് നിവൃത്തി സ്ഥാനം കൂടിയാണ് 7. അവിടെ ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് ഇപ്പോൾ സൗമ്യമായി ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിൻ്റെ ഇരുണ്ട വശങ്ങൾ മനഃപൂർവ്വമായി മാറ്റിവെക്കുക. അത്തരം നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. പൊതുവെ ഗുണകരം തന്നെയാണ് വൃശ്ചികം രാശിക്കാർക്ക്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 27 രാത്രി, 28, 29 ഗുണകരമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. വ്യാഴം അനിഷ്ടസ്ഥാനത്താണ്. അതുപോലെ തന്നെ തുടക്കത്തിൽ ചില ഗുണങ്ങൾ ഉണ്ടാകുമെങ്കിലും ആഴ്ചയുടെ 2-ാമത്തെ ദിവസം മുതൽ, പ്രത്യേകിച്ച് ചൊവ്വ, ബുധൻ ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം. ഈ ദിവസങ്ങളിൽ മനസ്സിന് സന്തോഷകരമല്ലാത്ത ചില വാർത്തകൾ കേൾക്കാൻ ഇടവന്നേക്കാം. അതുപോലെ തന്നെ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുമൊത്തുള്ള പല കാര്യങ്ങളിലും ചിലപ്പോൾ നമുക്ക് മനസമാധാനം കിട്ടാതെ വന്നേക്കാം. അതുകൊണ്ട് പൊതുവേ വീട്ടിലായാലും തൊഴിലിടത്തിലായാലും അല്പം അസ്വാരസ്യങ്ങൾ കാണുന്നുണ്ട്. പൊതുവേ ഇവരുടെ 10-ാം ഭാവത്തിൽ കേതുവിൻ്റെയും ചൊവ്വയുടെയും രാഹുവിൻ്റെയും സാന്നിധ്യം ഉള്ളതുകൊണ്ട് തങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ മോശപ്പെട്ട രീതിയിൽ കാണുക, പെട്ടെന്ന് കലഹമുണ്ടാകുക, തങ്ങളെക്കുറിച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഓരോന്നും ചിന്തിക്കുക, ഇങ്ങനെയുള്ള അവസ്ഥകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തൊഴിൽ രംഗം അങ്ങേയറ്റം കരുതലോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, ഏറ്റവും വിനയത്തോടുകൂടി, ജാഗ്രതയോടുകൂടി ചെയ്യുക. അല്ലെങ്കിൽ പലപ്പോഴും ഈ നക്ഷത്രക്കാർക്ക് തൊഴിലിടങ്ങളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബകാര്യത്തിലും ശ്രദ്ധ വേണം. അവിടെയും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി 7-ര ശനിയൊക്കെ മാറി. അതുപോലെ വ്യാഴവും നല്ല സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. എന്നാൽ വ്യാഴവും 6-ൽ പോയി, ശുക്രനും 6-ൽ പോയി. സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ദമ്പതികളുടെ കാര്യത്തിൽ വലിയ ദോഷമൊന്നും വരുത്തില്ലെങ്കിലും ശ്രദ്ധിച്ചു കൊള്ളണം ധനുക്കൂറുകാർ.
സൂര്യൻ 6-ൽ നിൽക്കുന്ന അത്ര ദോഷമൊന്നുമല്ല. ശത്രുവിനുമേൽ വിജയം ഒടുവിൽ ഇവർക്കുണ്ടാകുമെന്ന് കാണുന്നു. നയനരോഗം ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ നെറ്റി, അതുപോലെ തന്നെ മൂക്ക്, ഈ ഭാഗത്തൊക്കെ ജലം കെട്ടിയിട്ടുണ്ടാകുന്ന നീർദോഷത്തിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിന് സാന്നിധ്യം ഉറപ്പെടുത്തുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ഇടയ്ക്ക് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ചില യാത്രകൾ പെട്ടെന്ന് ചെയ്യേണ്ടി വരും. പക്ഷേ അതുകൊണ്ട് ദോഷമൊന്നും കാണുന്നില്ല. അത് വിജയത്തിലെത്തുക തന്നെ ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 26, 27 പകൽ, പിന്നെ 30, 31 ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് മകരക്കൂർ. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. വ്യാഴം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവർക്ക് പൊതുവേ ഗുണകരം, ഭാഗ്യകരം എന്ന് തന്നെ പറയാം. വ്യാഴം മാത്രമല്ല, ശുക്രനും 5-ലാണ്. അതുപോലെ തന്നെ ആഴ്ചയുടെ അവസാനത്തോടുകൂടി ബുധനും 5-ാം ഭാവത്തിൽ പോകും. അപ്പോൾ ബുധൻ, വ്യാഴം, ശുക്രൻ 3 ശുഭഗ്രഹങ്ങൾ 5-ൽ സഞ്ചരിക്കുന്നു. സൂര്യനുമുണ്ട്. സൂര്യൻ്റെ സഞ്ചാരം 5-ൽ സഞ്ചരിക്കുന്നത് സന്താനങ്ങൾക്ക് അത്ര ദോഷമല്ല, ഭാഗ്യത്തിന് ചെറിയ തടസ്സം ഉണ്ടാക്കുമെന്നൊക്കെ പറയാം. എന്നാലും മറ്റു ഗ്രഹങ്ങൾ ബലത്തോടുകൂടി അവിടെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബുധൻ, ശുക്രൻ, വ്യാഴം തീർച്ചയായിട്ടും ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും കൂടുതൽ ജോലി ഇവർക്ക് ചെയ്യാനാവുകയും സാമ്പത്തികമായ നേട്ടമുണ്ടാവുകയും ചെയ്യും. കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം പ്രവർത്തനങ്ങളിൽ ഒരു ഊർജ്ജസ്വലത കടന്നുവരും. കലാപരമായ കാര്യത്തിലൊക്കെ ശുക്രൻ 5-ൽ ബലവാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇവർക്ക് ചില തങ്ങളുടേതായ പങ്കുകൾ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് സംതൃപ്തി ലഭിക്കുന്നതുമായിരിക്കും. പൊതുവേ ഗുണകരമാണ്, ഭാഗ്യം അനുകൂലമാണ്. 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും രാഹുവും കുറേ കാലത്തിന് ശേഷം അവർക്ക് അവരുടെ കർമ്മമേഖലയിൽ കൂടുതൽ സന്തുഷ്ടിയോടുകൂടിയും ഊർജ്ജസ്വലതയോടുകൂടിയും പ്രവർത്തിക്കാൻ ഇടവരുത്തുന്നു. ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് വിജയത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നതുകൊണ്ട് മനസാന്നിധ്യം വളരെ ശക്തമാകുന്നു. സാമ്പത്തിക നേട്ടം, പ്രവർത്തന വിജയം, ബന്ധുമിത്രാദികളിൽ നിന്ന് സഹായം, സുഹൃത്തുക്കളിൽ നിന്ന് സഹായമൊക്കെ ഉണ്ടാകുന്നു. പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ വളരെ ഗുണകരമായി പ്രവർത്തന മണ്ഡലങ്ങളിൽ വരുന്നു. യാത്ര ചെയ്യേണ്ടി വരുന്നു, കൂടുതലായി അധ്വാനിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് മകരക്കൂറുകാർക്ക് ഈ ഒരാഴ്ച കാണുന്നത്. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, പിതാവിനത്ര നല്ലതല്ല, ശാരീരികമായ അവശത കാണുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 27 രാത്രി, 28, 29, പിന്നെ ജൂൺ 1 ഗുണകരമായ ദിവസമാണ്. അടുത്തത് കുംഭക്കൂർ. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ. 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ, വ്യാഴം, അതുപോലെ തന്നെ ആഴ്ചയുടെ അവസാനത്തോടു കൂടി വരുന്ന ബുധൻ, ഇതെല്ലാം ഇവർക്ക് കുടുംബത്തിൽ കുറച്ചുകൂടി സമാധാനവും കഴിഞ്ഞ കുറേ കാലമായി നിലനിന്നിരുന്ന അസ്വസ്ഥതയും ഒക്കെ മാറ്റുന്നു. സമാധാനമുണ്ടാകുന്നു, സാമ്പത്തികമായ നേട്ടം വരുന്നു. ജോലി സ്ഥലത്തും ഇവരുടേതായ ചില മികവുകൾ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഇവരുടെ കർമ്മമേഖല കൂടുതൽ സമ്പുഷ്ടമാകുന്നു. അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടവും ഉണ്ടാകുന്നു. ബന്ധുമിത്രാദികളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ ഇവർക്ക് കൂടുതൽ ഗുണമുണ്ടാകുന്നു. താമസിച്ചിരുന്ന സ്ഥലം ചിലപ്പോൾ മാറാം. അതുപോലെ തന്നെ ഉദ്യോഗം വഹിച്ചിരുന്ന പൊസിഷനോ അല്ലെങ്കിൽ ആ ഓഫീസോ ആ ആംബിയൻസോ ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ഉപാസനാമൂർത്തിയുടെ സഹായം, പ്രാർത്ഥനാലയങ്ങളിൽ പോകുവാനുള്ള മനസ്സ്, ഇതെല്ലാം വർദ്ധിക്കുന്നു. ഈശ്വരനോട് കുറച്ചുകൂടി അടുക്കുന്നു. മനസ്സിൻ്റെ പരുങ്ങൽ മാറുന്നു. സാമ്പത്തികമായി കുറച്ചുകൂടി ഫ്രീഡം ഇവർക്ക് അനുവദിച്ച് കിട്ടുന്നു. എന്നാലും മറക്കാതിരിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ജന്മത്തിൽ ശനി സഞ്ചരിക്കുകയാണ്, അഷ്ടമത്തിൽ കേതുവുണ്ട്, 2-ൽ ചൊവ്വയും അതുപോലെ രാഹുവുമുണ്ട്. വാക്ക് വളരെ വിനയത്തോടു കൂടി ആക്കുക. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം മിതത്വം പാലിക്കുക. തൊട്ടടുത്ത അയൽക്കാരുമായിട്ടൊക്കെ ശണ്ട കൂടാനോ കലഹമുണ്ടാകാനോ ഉള്ള സാധ്യതയുണ്ട്. എന്തായാലും വീട് മാറുകയോ ചിലപ്പോൾ മുമ്പ് ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കിയിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനൊക്കെയുള്ള സാധ്യത ഉണ്ടാകും. പൊതുവെ ഗുണകരം തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 26, 27 പകൽ, അതിനുശേഷം 30, 31 ഗുണകരമായ ദിവസങ്ങൾ. അടുത്തത് മീനക്കൂർ. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. 3-ാം ഭാവത്തിലേക്ക് വ്യാഴവും ശുക്രനും ബുധനും അതുപോലെ തന്നെ സൂര്യനും നിൽക്കുന്നു. സൂര്യൻ മാത്രമാണ് 3-ൽ കൂടുതൽ ഗുണം. മറ്റുള്ളവർ സൈലൻ്റാണ്, വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ല, പക്ഷേ ഗുണവും ഒട്ടും ചെയ്യില്ല. ശുക്രൻ 3-ൽ കുറച്ച് ഗുണങ്ങൾ ചെയ്യും. സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, സഹോദരന്മാരിൽ നിന്നൊക്കെ സഹായമുണ്ടാവും. ചില കാര്യങ്ങളിൽ ഉറച്ച ചില തീരുമാനങ്ങൾ, വെല്ലുവിളികൾ എതിരെ ഉണ്ടെങ്കിലും ഉറച്ച ചില തീരുമാനങ്ങളിലൂടെ നടന്നു പോകാൻ സാധിക്കും. കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടായിരുന്ന സാമ്പത്തികമായൊരു ധൈര്യം അല്പം ചോർന്നു പോകുന്ന ഒരവസ്ഥ മീനക്കൂറുകാർക്ക് ഇപ്പോൾ ഉണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെ ജാഗ്രത വേണം, വളരെ ക്രമീകരണങ്ങൾ വേണം. മുമ്പ് ധനം വന്നുകൊണ്ടിരുന്നൊരു സമയത്ത് അത് കുറേയെങ്കിലും സംഭരിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത്തരക്കാർക്ക് വലിയ ഭയത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ അങ്ങനെയൊന്നുമല്ല, ഒരു ഉദാസീന ഭാവത്തിലാണ് പോയിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടിലാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വന്നേക്കാം.
എന്നാലും ശാരീരികമായ ചില അപകട സാധ്യതകളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം, അണുബാധയുണ്ടാകാം, തങ്ങളെക്കുറിച്ച് അപവാദ കഥകളൊക്കെ പ്രചരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് മാറുന്ന ശുക്രൻ്റെയും ബുധൻ്റെയും ഒക്കെ അനുകൂല സ്ഥിതി കൊണ്ട് ഇവർക്ക് ഗുണകരമായ അവസ്ഥ ഉണ്ടാകും. തൽക്കാലം അല്പം ദോഷകാലമാണ് കാണുന്നത്. അപഹാരമോ ദശയോ ഛിദ്രമോ വളരെ ഗുണമുള്ളതാണെങ്കിൽ ഇത് മിനിമൈസ് ചെയ്ത് ഗുണം കുറച്ചെങ്കിലും കിട്ടുന്നതായിരിക്കും. ശ്രദ്ധിക്കുക മീനക്കൂറുകാർ, പ്രത്യേകിച്ചും യാത്ര ചെയ്യുന്നവരും കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തങ്ങളെക്കുറിച്ച് പൊതുവെയുള്ള മതിപ്പ് ഒന്ന് താഴാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി തങ്ങളുടെ ഭാഗങ്ങൾ ഏറ്റവും നല്ലതാണോ ക്ലിയറാണോ എന്ന് അങ്ങേയറ്റം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. അപവാദങ്ങളും വിമർശനങ്ങളും ഏൽക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് പറയുന്നത്. 7.5 ശനിയും മൂർച്ഛിച്ചു വരികയാണ് പതുക്കെ. 2023 തുടങ്ങിയത് 2024 കഴിഞ്ഞു. ഇനി ഏകദേശം 11 മാസത്തിനകം അത് ജന്മശനിയിലേക്ക് കടക്കും. അപ്പോൾ ശനിയുടെ സഞ്ചാരം അടുത്തടുത്ത് വരുന്നത് കൊണ്ടും ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27, 28, 29 പിന്നെ 1 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. ശനിദോഷത്തിനും ശനിദശയുടെ ആയാലും ശരി, അഷ്ടമത്തിലോ ജന്മത്തിലോ നിൽക്കുന്ന ശനിയുടെ ദോഷാവസ്ഥകളിലോ 7.5 ശനിയോ കണ്ടകശനിയോ ഉള്ളവർ ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രം ധരിക്കുക. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. ശനീശ്വരൻ്റെ ക്ഷേത്രത്തിൽ നീരാഞ്ജനം അർപ്പിക്കുക. അല്ലെങ്കിൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും ദർശനം നടത്തുക, നീരാഞ്ജനം കത്തിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് പാപപരിഹാരത്തിനും ദോഷത്തിനും ചെയ്യാൻ സാധിക്കുന്നത്. അത് ഗുണമായി വരും. അതുപോലെ വ്യാഴദോഷത്തിന് ഓം നമോ നാരായണായ ജപിക്കുക. വ്യാഴാഴ്ച ദിവസം വിഷ്ണുദേവന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കൽ തുടങ്ങിയവ ചെയ്യുക. ഓം നമോ നാരായണായ ജപിക്കുക. കേതുദോഷത്തിന് ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ ജപിക്കുക. ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക, തേങ്ങ ഉടയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. ഓം നാഗായ നമ എന്ന നാഗദോഷത്തിന് ചെയ്യുക. 100 പാലും അർപ്പിക്കുക. ആയില്യത്തിനോ അല്ലെങ്കിൽ ഓരോ നാളുകാരുടെയും പക്കനാൾ വരുമ്പോഴും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.